ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനും എൻ്റെ ആശന്തണ്ണും കൂടെ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൽ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കുറേ ലൈറ്റിങ്സും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കസിൻസിനെയും എൻ്റെ മാമനും മാമിനെയും ഷാനും മിന്മനെയൊക്കെ കണ്ടു. അപ്പോൾ അവരും മാനാഞ്ചിറ സ്ക്വയറിലേക്ക് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരുമിച്ച് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മൾ CSI ചേർച്ചിൻ്റെ അടുത്തെത്തി. CSI ചേർച്ചിൽ നിന്ന് കാണാൻ നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ലൈറ്റിങ്സും ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ CSI ചേർച്ചിൻ്റെ മുന്നിൽ കൂടെ പോകാറുണ്ടെങ്കിലും അങ്ങനെ നോട്ടീസ് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല ക്രൗഡായിരുന്നു. പക്ഷേ അവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പല പല ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കിൾ രൂപത്തിലും ട്രയാങ്കിളിലും ഹാർട്ട് ഷേപ്പിലും പിന്നെ ആനിമൽസിൻ്റെ രൂപത്തിലൊക്കെ ഒരുപാട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ അതിൻ്റെ താഴെ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ബാക്കിയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി. പിന്നെ എൻ്റെ കസിൻസും കൂടെ ഉള്ളതിനോണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു വൈബായിരുന്നു ഇത്. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ലൈറ്റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഒരു ബ്ലൂ കളേഴ്സൊക്കെ നല്ല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളെ ഫോട്ടോ സെഷനായിരുന്നു ഗൈസ്. ഞാൻ ആഷിൻ്റെ കൂടെയും മാമൻ്റെയും മാമീൻ്റെയും കൂടെ പിന്നെ മിന്മേൻ്റെ കൂടെ സിംഗിളായിട്ടും പിന്നെ എൻ്റെ കസിനുണ്ട് അമ്മു, അബി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ അബി നല്ല ആസ്തറ്റിക് പിക്സൊക്കെ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് അവൻ കുറേ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം മിന്മേൻ്റെയും ഷാമാമൻ്റെയും ഫോട്ടോ ആയിരുന്നു അത് എടുക്കുന്നത്. പിന്നെ ഞങ്ങളത് കുറച്ച് ആസ്തറ്റിക്സൊക്കെ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ എടുത്തുന്ന പിക്സാണിത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ പല രൂപത്തിലും ഭാവത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറേ ഫോട്ടോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാനും അമ്മുവും കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെയും ബ്രദറിൻ്റെയും എൻ്റെ ആഷിക്കും ഞങ്ങളെ രണ്ടുപേരുടെയും പിക്സ് മാറി മാറി എടുത്തിരുന്ന പണിയായിരുന്നു. ഞങ്ങൾ കുറേ ഒന്നും രസമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. കുറേ പിക്സൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഷാമാൻ്റെയും മിന്മേൻ്റെയും കൂടെ നിർത്തി അവരെ പിക്ക് എടുത്തു. പിന്നെ ഒരു റെഡ് ഹാർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ട്രീൻ്റെ മേലെ റെഡ് ഹാർട്ട് വെച്ചിട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം അതിൻ്റെ താഴെ കയറി ഞങ്ങൾ നിന്നു. പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വളരെ വൃത്തികേടായിരുന്നു അവിടുന്ന് ഫോട്ടോ എടുത്ത സമയത്ത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഫോട്ടോസ് തന്നെ എടുക്കാൻ വരുന്നവരുണ്ട്, ഞങ്ങളെപ്പോലെ തന്നെ. അപ്പം അവരും നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള കുറേ പിക്സ് എടുത്തു. ഈ പിക്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒരുമിച്ചിട്ടുള്ള അങ്ങനത്തെ പിക്സൊന്നും ഒരുപാടൊന്നും ഇല്ല, റെയറായിട്ടൊക്കെ ഉള്ളൂ. ഈ പിക്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു സെഷനിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററിനെയാണ്, പാറു. അവൾ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചു ഇനി പാറുവിനെ കൂട്ടി വേറൊരു ദിവസം എല്ലാവർക്കും കൂടെ അങ്ങനെ പോവാമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള പരിപാടിയായി. എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയായി. ബ്ലോക്ക് കാരണം വണ്ടിയൊക്കെ പല സ്ഥലത്താണ് ഗൈസ് വെച്ചത്. ഇനി അതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.